സ്വാഗതം ഇൻസൈറ്റിലേക്ക്. 2 കൊല്ലമായി തുടരുന്നൊരു വംശഹത്യയ്ക്ക് ഒരു താൽക്കാലികമായ വിരാമം ഉണ്ടായിരിക്കുന്നു. ഇതിനിടയ്ക്കുണ്ടായ ഒരു ചെറുവിരാമം കഴിഞ്ഞ് കുറച്ചുകൂടെ നീണ്ടു നിൽക്കുന്നൊരു വിരാമമായിരിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു കരാറുണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് ഗസയെക്കുറിച്ചാണ്. ഇസ്രായേലിൻ്റെ വലിയ നരമേധം, 2 വർഷമായി തുടരുന്ന നരമേധം, ഏതാണ്ട് 67,000-ലധികം ആളുകൾ മരിക്കുന്നു, ആളുകളെ കൊല്ലുന്നു. അതിൽ തന്നെ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. അങ്ങനെ തുടരുന്ന ഒരു വംശഹത്യയ്ക്ക് ചെറിയൊരു ഇടവേള ഉണ്ടായിരിക്കുന്നു. അതൊരു പക്ഷേ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലായിരിക്കും എന്ന പ്രതീക്ഷ ജനിപ്പിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ, അതിന് ഉറപ്പ് നൽകാനായിട്ട് ഈജിപ്ത്, തുർക്കി, അതുപോലെ ഖത്തർ, ഈ 3 രാജ്യങ്ങളും അമേരിക്കയും ആ വിധത്തിലാണ് ആ കരാറുണ്ടായിരിക്കുന്നത്. ഒരു 20 വ്യവസ്ഥകളാണ് ആ കരാറിൻ്റെ ഭാഗമായി ഉള്ള കരാർ വ്യവസ്ഥകളിൽ ഉള്ളത്. 20 എണ്ണമാണുള്ളത്. ഈ വ്യവസ്ഥകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ബേസിക്കലി ഈ വംശഹത്യക്കിരയായ ജനതയ്ക്ക് മേൽ വലിയ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിഷ്ഠകളോ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലാണ് ഈ വ്യവസ്ഥകൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുന്നുണ്ട്. എങ്കിൽ പോലും 2 വർഷത്തിലധികമായി ഈ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു ആശ്വാസം നൽകുന്നു ഈ കരാർ എന്നുള്ള വസ്തുത അവിടെയുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ പി ജെ വിൻസെൻ്റ്. ഒറ്റ നോട്ടത്തിൽ ഈ സമാധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ കൂട്ടക്കുരുതിക്ക് ഒരു ചെറിയ ശമനമെങ്കിലും ആയല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഒരു ലോങ് സ്റ്റാൻഡിങ് ആയ ഒരു സംഗതിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ കരാറിലെ വ്യവസ്ഥകൾ ഒരു ഡെമോക്രാറ്റിക് ആണ് എന്ന് തോന്നുന്നുണ്ടോ ഒറ്റ നോട്ടത്തിൽ? ഒട്ടും ഡെമോക്രാറ്റിക് അല്ല. ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് അല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായ ഒരു കരാർ പ്രഖ്യാപനമാണ്. അത് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട്. അതിനുവേണ്ടി ഡൊണാൾഡ് ട്രംപ് 20 ദിന പദ്ധതി പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിച്ച ഉടനെ 72 മണിക്കൂറിനുള്ളിൽ മുഴുവൻ ബന്ദികളെയും കൈമാറ്റം ചെയ്ത് കരാർ വ്യവസ്ഥകൾ അംഗീകരിക്കുക എന്നതല്ലാതെ വേറൊരു ഓപ്ഷനും നിങ്ങളുടെ മുന്നിലില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അത് ഡെമോക്രാറ്റിക് അല്ല എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ അല്ലെങ്കിൽ വ്യക്തിപരമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അപ്രമാദിത്വം സ്ഥാപിക്കാനുള്ള അവസരം കൂടിയായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ലോകത്തിലെവിടെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ അവിടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഇടപെടുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന വ്യവസ്ഥാപിതമായ രൂപം പൂർണ്ണമായി അസ്തമിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 7, 2023 ഓപ്പറേഷൻ അലക്സയും അതിനുശേഷം ഇസ്രായേൽ ആരംഭിച്ച ഗസ യുദ്ധവും ഒരു ഘട്ടത്തിലും അത് അവസാനിപ്പിക്കാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിനോ ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര ബോഡികൾക്കോ കഴിഞ്ഞില്ല. അത് പശ്ചിമേഷ്യ മുഴുവനും വ്യാപിക്കുന്ന മാനങ്ങളിലേക്ക് അത് വളരുകയും ചെയ്തു. ഇറാനുമായിട്ട് 12 ദിന യുദ്ധം ഉണ്ടായി. ഇതൊക്കെ അമേരിക്കൻ താല്പര്യത്തിനനുസരിച്ച് യുദ്ധങ്ങൾ മുന്നോട്ട് പോവുകയും അമേരിക്ക നിർത്തണമെന്ന് തോന്നുമ്പോൾ നിർത്തുകയും ചെയ്തു എന്ന നിലയിലാണ് ഇതിനെയൊക്കെ വായിക്കേണ്ടത്. അപ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെല്ലാം തന്നെ ഇസ്രായേൽ മാത്രം നടത്തുന്ന ഒരു സൈനിക നീക്കം എന്ന നിലയിൽ കാണേണ്ടതില്ല. അത് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് തീരുമാനിച്ചുറപ്പിച്ച് നടത്തുന്ന പദ്ധതികളാണ്. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയതും. അപ്പോൾ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ബലാബലവും അതിൻ്റെ ജിയോ പൊളിറ്റിക്സും പുനരവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇറാൻ്റെ ആണവ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു 90% തകർക്കപ്പെട്ടു എന്നത് നിസ്സംശയം പറയാം. ഹിസ്ബുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അതിൻ്റെ പോരാളികൾ വലിയൊരു വിഭാഗവും അവിടെ കൊല ചെയ്യപ്പെടുകയോ ആ സംഘടന വളരെയധികം ദുർബലമാവുകയോ ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തീവ്രവാദം സംബന്ധിച്ചുള്ള പുതിയ ഒരു ഡോക്ട്രിൻ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടില്ല എങ്കിലും ഈ ഗുഡ് ടെററിസ്റ്റ്, ബാഡ് ടെററിസ്റ്റ് എന്ന നിലയ്ക്ക് ഉള്ള ഒരു വിഭജനം തന്നെ വന്നു. അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ടെററിസ്റ്റ് ഗുഡ് ടെററിസ്റ്റാണ്,
അമേരിക്കക്കെതിരായി നിന്ന് കഴിഞ്ഞാൽ അയാൾ ബാഡ് ടെററിസ്റ്റാണ് എന്നുള്ളതാണ്. 2021 അമേരിക്കയിൽ യുദ്ധം എത്തിച്ചത് അൽ-ഖ്വയ്ദയാണ്. 1941 2000-ഓളം ആളുകൾക്ക് മരണത്തിന് കാരണമായ പേൾ ഹാർബർ ആക്രമണം ജപ്പാൻ നടത്തി. അതിനുശേഷം അമേരിക്കൻ മണ്ണിൽ ആദ്യമായി യുദ്ധം എത്തിയത് 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമാണ്. അത് നടത്തിയ ആളാണ് അൽ-ഖ്വയ്ദ. ഈ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അൽ-ഖ്വയ്ദയുടെ ഫങ്ഷണറിയുമായ ആളാണ് അഹമ്മദ് അൽ ഷാറ, HTSൻ്റെ നേതാവ്. ഇപ്പോഴത്തെ സിറിയയുടെ പ്രസിഡന്റ്. ആ HTSൻ്റെ നേതാവിനെ കൊണ്ടുവന്ന് സിറിയയിലെ സെക്കുലർ ഗവൺമെൻറ്റിനെ, സംശയമൊന്നുമില്ല, അത് ഏകാധിപത്യം ഉണ്ടെങ്കിലും അത് സെക്കുലർ ഗവൺമെൻറ്റാണ്, ആ ബഷർ അൽ അസദിൻ്റെ റഷീമിനെ അട്ടിമറിച്ച് അദ്ദേഹത്തെ അവിടെ പ്രസിഡൻ്റാക്കി. ആ പ്രസിഡൻറ്റിന് ഹസ്തദാനം കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു മടിയുമില്ല. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ടേമിൽ പ്രഥമ ഗൾഫ് സന്ദർശനം, ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അഹമ്മദ് അൽ ഷാറിനെ കണ്ടു, അദ്ദേഹത്തെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സ്വീകരിച്ചു. മാത്രമല്ല ഇസ്രായേലുമായിട്ടും വളരെ അടുത്ത രീതിയിൽ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിലേർപ്പെടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അഹമ്മദ് അൽ ഷാറയും സ്വീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ സിറിയൻ റഷീം ഇല്ലാതായി. ജോർദാനും ഈജിപ്തും ഓൾറെഡി ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും സഖ്യം പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യത്തെ അമേരിക്കയ്ക്ക് അനുകൂലമായി പുനർനിർവചിക്കാൻ സാധിച്ചു. അതിൽ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് വിജയിച്ചു എന്ന് പറയാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏകപക്ഷീയമായിട്ട് അവർക്ക് ഒരു സമാധാന ഉടമ്പടിയുടെ പ്രഖ്യാപനം നടത്താൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ആഗോളതലത്തിലുള്ള സംഘടന, യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിലോ ഒക്കെ പരാജയപ്പെട്ടപ്പോഴും ലോക ജനത പരാജയപ്പെട്ടില്ല എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. വലിയ പ്രതിഷേധം ലോകത്തെമ്പാടും ഉണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനം ജപ്പാനിലുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ സഡാക്കോ പക്ഷിയെ പറത്തിക്കൊണ്ടാണ് പങ്കെടുത്തത്. എന്ന് വെച്ചാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ കുരുതിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ അടയാളമായി മാറിയ അതാണല്ലോ സഡാക്കോ പക്ഷികൾ. അപ്പോൾ ലോകത്തെമ്പാട് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ്, യുദ്ധവിരുദ്ധ മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ്. വിശേഷ്യ കുട്ടികളാണത് ഏറ്റെടുത്തത്. അപ്പോൾ ഗാസയിലെ 18,000-ലധികം വരുന്ന കുട്ടികൾ, അവിടെ മരണപ്പെട്ട കുട്ടികളുടെ പേര് വായിക്കുന്ന പ്രതിരോധ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. ലോകചരിത്രത്തിൽ ആദ്യമായി നെതന്യാഹു യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ 100-ലധികം പ്രതിനിധികൾ വാക്കൗട്ട് നടത്തി. മാതൃഭൂമി പത്രം രസകരമായ ടൈറ്റിൽ കൊടുത്തു, നെതന്യാഹു എന്നാണ് കൊടുത്തത്. ആ ഹൂ മാറ്റിയിട്ട് നെതന്യാഹുവിനെ കൂക്കി വിളിച്ചു എല്ലാ അർത്ഥത്തിലും. അങ്ങനെയുള്ള വലിയ പ്രതിഷേധങ്ങൾ കൂടി വളർന്നു വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ കരാറിൻ്റെ ഒരു സ്വരൂപം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് തികച്ചും ഏകപക്ഷീയമാണ്. പക്ഷേ അതിൽ ഏകപക്ഷീയമാണെന്ന് പറയുമ്പോഴും അതിൽ ഹമാസിനൊരു സേയുണ്ട് എന്നുള്ളതാണ്. ഹമാസ് ഇതിനു മുമ്പും പറഞ്ഞത് ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കാം, ഞങ്ങളുടെ പ്രിസണേഴ്സിനെ വിട്ടയക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരുപക്ഷേ മർവാൻ ബർഗൂത്തിനെ വിടില്ല എന്ന് കേൾക്കുന്നു. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അദ്ദേഹം ഇതുവരെയല്ല, അതേക്കുറിച്ച് ഇസ്രായേൽ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല. വിടില്ല എന്ന് അനൗദ്യോഗികമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം ഫലസ്തീനിയൻ നെൽസൺ മണ്ടേല എന്നറിയപ്പെടുന്ന ആളാണ്. 2022 മുതൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നതാണ്. അപ്പോൾ 4 ഇസ്രായേലികളുടെ മരണത്തിന് കാരണക്കാരെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് 4 ജീവപര്യന്തവും മറ്റോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സ്വാധീനശേഷിയുള്ള അൽ ഫത്ത പാർട്ടിയുടെ നേതാവാണ്. അൽ ഫത്ത പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം മറ്റ് വിഭാഗത്തിൽ ജനറൽ ബ്രിഗേഡ് എടുത്ത അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഹമാസ് പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ, പോപ്പുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ, ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ, ഈ സംഘടനകൾക്കെല്ലാം സ്വീകാര്യനായ അസാമാന്യമായ ജനസ്വാധീനമുള്ളൊരു നേതാവാണ് മർവാൻ ബർഗൂത്തി. നമ്മുടെ മുഹമ്മദ് അബ്ബാസിനെ പോലെ ഒരു പപ്പറ്റല്ല. അപ്പം അദ്ദേഹത്തെ വിമോചിക്കണം. 2000-ഓളം ആളുകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഈ ജയിലിൽ മോചിപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകളല്ല. അവരെല്ലാം കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്. അതിൽ തന്നെ ജുവനൈൻ ഡിറ്റൻഷൻ സെൻറ്ററുകളുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഒരു ടാങ്കിന് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ പിടിച്ച് ഡിറ്റൻഷൻ സെൻറ്ററിൽ ഇടുകയാണ്. ഒരു വിചാരണയും ഇല്ലാതെ ഡിറ്റൻഷൻ സെൻറ്ററുകളിൽ അവരെ പാർപ്പിക്കുന്നു. ഡിറ്റൻഷൻ സെൻറ്റർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ജുവനൈൻ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജയിൽ തന്നെയാണ്, അവിടെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ പ്രകടനം നടത്തിയ ആളുകൾ, പ്രതിഷേധിച്ച ആളുകൾ, ഇസ്രായേലി ടാങ്കിന് നേരെ കല്ലെറിഞ്ഞ ആളുകൾ, ഇസ്രായേലിനെതിരായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള മൈനർ സ്കിർമിഷസിൽ, ചെറിയ സംഘർഷത്തിലൊക്കെ ഉൾപ്പെട്ട ആളുകളെയാണ് 100 കണക്കിന് ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഡിറ്റൻഷൻ സെൻറ്ററിൽ മൊത്തമായിട്ട് അടച്ചിട്ടിരിക്കുക.
അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു നമ്മളുടെ ഈ കേരളത്തിൽ നിന്ന് ചിന്തിക്കുന്നത് പോലെ കുറ്റകൃത്യം ചെയ്ത് വിചാരണയെ നേരിട്ട് കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുന്ന ആളുകളല്ല ഫലസ്തീനിലുള്ളത്. അവർ പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്, വിചാരണ പോലുമില്ല, അവരെ പിടിച്ചു കൊണ്ടുവന്ന് ജയിലിലിട്ടിരിക്കുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അത് ഇല്ലീഗൽ ഡിറ്റൻഷൻ സെൻറ്റേഴ്സാണ്. ആഗോള നിലവാരം എടുത്ത് നോക്കിയാൽ ഇസ്രായേൽ അത് ഡിറ്റൻഷൻ സെൻറ്റർ എന്ന് പറയുമെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ആളുകളും അതിലുണ്ട്. ഒരു ചെറിയ സംഘർഷത്തിൽ പോലും ഇടപെടാത്ത ആളുകളെയും അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി അവിടെ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 2000-ഓളം ആളുകളെയും കൂടി വിട്ടയക്കുന്നുണ്ട്. ഏതായാലും ആ അർത്ഥത്തിൽ അതിനകത്ത് ഏകപക്ഷീയ പ്രഖ്യാപനമാണെങ്കിലും അതിൽ ഹമാസ് കൂടി മുന്നോട്ട് വെച്ച ആവശ്യം അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ഹമാസുകാരെല്ലാ ആളുകളും ഗസ വിട്ടു പോകണം, ഹമാസ് രഹിത ഗസ യാഥാർത്ഥ്യമാക്കണം എന്നുള്ളത്. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ചർച്ച നടത്തുന്നതും ഹമാസിൻ്റെ നേതാക്കളോടാണ്. അപ്പം മാത്രവുമല്ല BBC റിപ്പോർട്ട് ചെയ്തത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ തന്നെ 7000-ഓളം വരുന്ന ഹമാസിൻ്റെ പ്രവർത്തകർ ഖാൻ യൂനിസ്, റഫ, ഗസ സിറ്റി അടക്കമുള്ള പ്രധാന നഗരങ്ങളിലെ പോലീസ് സുരക്ഷാ സംവിധാനത്തിൻ്റെ ചുമതലയിലേക്ക് വന്നുവെന്നാണ്. അവരവിടെയുണ്ട്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക എന്നതും ഹമാസ് രഹിത ഗസ ഉണ്ടാക്കുക എന്നതും ഏറെക്കുറെ അസാധ്യമായി നിൽക്കുന്ന കാര്യമാണ്. അവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, ഇപ്പോൾ ഈ എന്താ പറയുക, ട്രൂസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കുന്നു. അതിന് ഗ്യാരണ്ടേഴ്സായിട്ട് 4 രാജ്യങ്ങൾ ഒപ്പുവെക്കുന്നു. അപ്പോൾ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റിൽ ഇത് വ്യവസ്ഥ ചെയ്യണം. അതായത് ഹമാസിലെ ആളുകൾ ആയുധം താഴെ വയ്ക്കണം, അവർക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം, സ്വീകരിക്കാൻ രാഷ്ട്രങ്ങൾ പുറത്തുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാം, ഹമാസ് ഇതിൻ്റെ അധികാരത്തിലേക്ക് വരാൻ പാടില്ല. ഒരു ടെക്നോക്രാറ്റുകളുടെ സംഘമടങ്ങുന്ന ഒരു സമിതിയായിരിക്കും ഇനി കുറച്ചു കാലത്തേക്ക് ഗാസ സ്ട്രിപ്പ് ഭരിക്കുക. ഫലസ്തീൻ എന്ന് പറയുന്നതല്ലോ, ഗാസ സ്ട്രിപ്പ് ഭരിക്കുക എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുന്നു. ഇതിന് വിരുദ്ധമായി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് അവരുടെ രാജ്യത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അവർ സ്വാഭാവികമായിട്ടും അവിടെ പ്രവർത്തിക്കും, ഇനിയും പ്രവർത്തിക്കും. അപ്പോൾ ഇതിനെ ഈ സമാധാന കരാറിൻ്റെ ലംഘനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് വീണ്ടും ഇതേപോലെ ആക്രമണം നടത്താനുള്ളൊരു പഴുത് അവിടെ അവശേഷിപ്പിക്കുകയല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ആ ഒരു സാധ്യത നമ്മൾ കാണണ്ടേ? യെസ്, ആ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ടർക്കിയെ എർദോഗൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു, വീണ്ടും ഗസയിൽ സൈനിക നടപടി ആരംഭിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിൽ ഹമാസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 2005 ഫലസ്തീനിയൻ നാഷണൽ അതോറിറ്റി, അത് ഓസ്ലോ കരാറിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അത് ഫലസ്തീൻ നാഷണൽ അസംബ്ലി ഉണ്ട്, ഒരു ജനാധിപത്യ സംവിധാനം അവിടെയുണ്ട്. ആ ജനാധിപത്യ സംവിധാനത്തിൽ 2005 നടന്ന തെരഞ്ഞെടുപ്പിലാണ് മുഹമ്മദ് അബ്ബൂസ് പ്രസിഡൻ്റായി മാറിയത്. ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ അവരുടെ തലസ്ഥാനം റമള്ളയാണ്. അതിനുശേഷം 2025 അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുകയാണ്. അദ്ദേഹം ഒരു ലെജിറ്റിമേറ്റ് പ്രസിഡൻ്റ് അല്ല. തെരഞ്ഞെടുപ്പ് നടന്നത് കാലാവധി കഴിഞ്ഞിട്ട് കുറേ കാലം. 2006 ഫലസ്തീൻ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹമാസിന് ഭൂരിപക്ഷം കിട്ടുന്നത്. അത് ഗസയിലും വെസ്റ്റ് ബാങ്കിലും അവർക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. അങ്ങനെയാണ് ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രിയാവുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫത്തയും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹനിയ രാജിവെച്ച് പോരേണ്ട വന്നു. പിന്നെ ഗസ സ്ട്രിപ്പ് പൂർണ്ണമായി ഹമാസ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ 2007 മുതൽ ഇപ്പോൾ 2025 വരെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ ഗസ സ്ട്രിപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള നിയന്ത്രണം ഗസയുടെ കയ്യിലാണ്, പക്ഷേ ഹമാസിൻ്റെ കയ്യിലാണ്. പക്ഷേ ലോകം അംഗീകരിച്ച സർക്കാർ എന്നത് ഫലസ്തീനിയൻ നാഷണൽ അതോറിറ്റിയാണ്, അതിൻ്റെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമാണ്. അപ്പോൾ ഇനിയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷേ ഹമാസിനായിരിക്കും ഈ 2 സ്ഥലത്തും ഭൂരിപക്ഷം കിട്ടുക. വെസ്റ്റ് ബാങ്കിലും ഫത്ത പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഹമാസിന് സ്വയം മാറാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഹമാസ് എന്ന പേരിൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവരൊരു മതസംഘടനയാണ്. അവർക്ക് ഇസദിൻ അൽ ഖ്വാസം ബ്രിഗേഡ് എന്ന പോരാട്ട ദളമുണ്ട്. 3 in 1 ആണ്. അവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ മതി. ആ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ ഗാസയിൽ അധികാരത്തിൽ വരും, സിമ്പിളായിട്ട്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹമാസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അതിൽ ഹമാസിൻ്റെ അക്രമം നടത്തുന്ന
പോരടിക്കുന്ന വിഭാഗം ഇസദീം അൽ ഖ്വാസിം ബ്രിഗേഡാണ്. അതൊഴികെയുള്ളത് ഇല്ലെജിറ്റിമേറ്റ് അല്ലല്ലോ. അതെ, അവരൊരു റിലീജിയസ് മൂവ്മെൻ്റാണ്, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിൻ്റെ രാഷ്ട്രീയ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്, വലിയ ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി പേരങ്ങ് മാറ്റി അവർ പുതിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ചെയ്യുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഉറപ്പായിട്ടും ഗസയിൽ അവർ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇത് പറയുമ്പോൾ ഈ എന്താ പറയുക, 4 രാജ്യങ്ങളുടെ കരാർ ഒപ്പുവയ്ക്കലുണ്ടല്ലോ, ആ ചടങ്ങിൽ വെച്ച് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അൽ-സിസി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 2 രാജ്യങ്ങളുണ്ടാവുക, ഫലസ്തീനും ഇസ്രായേലും ഉണ്ടാവുക, അത് സമാധാനപരമായി പ്രവർത്തിക്കുക, ഇതാണ് ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ, അത് നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണ്, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്ന് അൽ-സിസി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിനോട് പിന്നീട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ സ്കീമിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ ഒരു ചിന്താഗതി വേറൊരു രീതിയിലാണ്, ഞാനിപ്പോൾ ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ഗാസയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഒരു ടെക്നോക്രാറ്റുകളുടെ സമിതി ഭരണത്തിലിരിക്കുകയും ട്രംപ് ഉദ്ദേശിച്ച പോലെയുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുള്ള മേഖലയായി ഗാസയെ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്ലാനിൻ്റെ ഭാഗമാണോ ഇപ്പോഴത്തെ കരാർ? അവിടെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയോ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു ഭരണ സംവിധാനത്തിൻ്റെ തിരിച്ചുവരവോ ഇതിലേക്കൊന്നും പോകുന്നൊരു സ്ഥിതി ഉണ്ടാവണമെന്നില്ല. പക്ഷേ സുന്ദരമായ സ്വപ്നങ്ങൾ ആർക്കും കാണാമല്ലോ. അത്തരത്തിലൊരു സ്വപ്നമായിട്ട് ഞാനിത് കാണുന്നുള്ളൂ, ട്രംപിൻ്റെ സ്വപ്നം. അതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഹാവനാക്കി മാറ്റുക എന്നുള്ളത്. ഒരു തദ്ദേശീയ ജനത അവരുടെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിരോധം നടത്തിയ ഒരു സന്ദർഭത്തിലും ലോകത്തിൽ ഒരു ശക്തിയും അവിടെ വിജയിച്ചിട്ടില്ല. അത് ഒരുപാടുണ്ട്, എത്രയോ ഉദാഹരണങ്ങൾ. അത് വിയറ്റ്നാമിൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും അവസാനം 2001 താലിബാനെ പുറത്താക്കിയിട്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ താലിബാനെ വിളിച്ച് അധികാരം ഏൽപ്പിച്ചതാണ് 2021 അഫ്ഗാനിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഗസയിലെ ജനത തീരുമാനിക്കണ്ടേ? അവിടുത്തെ മനുഷ്യർ തീരുമാനിച്ചില്ല എങ്കിൽ എത്ര കാലം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? എന്തുകൊണ്ടാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സമ്പൂർണ്ണമായി പിന്മാറിയത്? അവർക്കവിടെ ഒരു സെറ്റിൽമെൻറ്റ് 2005 അവർ മുഴുവൻ സെറ്റിൽമെൻറ്റും ഡിസ്മാൻഡിൽ ചെയ്ത് ഗസയിൽ നിന്ന് പിന്മാറി. കാരണം ഗസൻ പോപ്പുലേഷൻ ആ രൂപത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിരോധിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഫലസ്തീൻ ഗസ മാത്രമാണ്, വെസ്റ്റ് ബാങ്കിലൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഈ സി പറഞ്ഞ കാര്യം തന്നെ എടുത്താൽ ഇനി നമ്മൾ ഭാവിയിൽ ലോകം പ്രതീക്ഷിക്കുന്നതും വെസ്റ്റ് ബാങ്കും ഗസയും കിഴക്കൻ ജെറുസലേമും ചേർന്ന് ഒരു ഏകീകൃത ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ളതാണ്. അത് നടക്കാനുള്ള വിദൂര സാധ്യത പോലുമില്ല. അതിന് കാരണം വെസ്റ്റ് ബാങ്കാണ് ഏറ്റവും വലുത്. 5655 ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു വലിയ സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക്. ആ വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 33 ലക്ഷം ഫലസ്തീനികളുണ്ട്. പക്ഷേ വെസ്റ്റ് ബാങ്കിൻ്റെ 61% ഏരിയ സി സമ്പൂർണ്ണമായി ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞ് ഏരിയ ബി എന്ന് പറയുന്ന സ്ഥലം 28% വരും. അത് ഇസ്രായേലിൻ്റെയും ഫലസ്തീനിയൻ നാഷണൽ അതോറിറ്റിയുടെയും സംയുക്ത നിയന്ത്രണത്തിലാണ്. അതിനുമപ്പുറത്താണ് പിന്നെ ഒരു 11% വരുന്ന പ്രദേശം. അതിൽ ആർക്കാണ് നിയന്ത്രണമെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഫലസ്തീൻ അതോറിറ്റി ക്ലെയിം ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെയും കൂടി സംയുക്ത നിയന്ത്രണത്തിൽ വരുമ്പോൾ തന്നെ ഏകദേശം 89%. എവിടെയാണ് അവിടെ ഒരു ഫലസ്തീൻ രാഷ്ട്രമിനി ഉണ്ടാവുക? ഭൂമി മുഴുവനും ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അതേസമയം ഗാസയിൽ സ്ഥിതി വ്യത്യാസമാണ്. അവിടെ 365 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പൂർണ്ണമായിട്ടും ഗസൻ നിവാസികളുടെ നിയന്ത്രണത്തിലാണ്. അതേസമയം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി അവർ 51 കിലോമീറ്റർ അതിർത്തി വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഗസ സ്ട്രിപ്പും ഇസ്രായേലും തമ്മിലുണ്ട്. ഈ മേഖലയിലെല്ലാം അവർ ഉള്ളിലേക്ക് കയറി വന്ന് ഒരു വലിയ ബഫർ സോൺ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന് പിൻവാങ്ങാൻ സാധ്യതയില്ല. കാരണം ഈ നേരിട്ടുള്ള അതിർത്തി ഉണ്ടാകാത്ത ഒരു സംവിധാനമാണത്. കാരണം ഈ അതിർത്തി മുകളിലൂടെ ഗ്ലൈഡേഴ്സ് പറത്തിയും ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങൾ വെച്ചും പല സ്ഥലങ്ങളിലും ഈ അതിർത്തിയുടെ വേലികൾ തകർത്തുമൊക്കെയാണ് ഹമാസ് പോരാളികൾ ഒക്ടോബർ 7 കടന്നത്.
അത്തരം ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 51 കിലോമീറ്റർ വരുന്ന സ്ഥലത്തിൽ അവർ വിശാലമായ ഒരു ബഫർ സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ആ ബഫർ സോൺ പൂർണ്ണമായും IDFൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിലനിൽക്കാനാണ് സാധ്യത. പക്ഷേ എന്നാലും അതിനകത്ത് ബാക്കി മനുഷ്യരുണ്ട് കുറേ. ബാക്കി മനുഷ്യരുണ്ട്. 23 ലക്ഷം മനുഷ്യരുണ്ട് അവിടെ. 23 ലക്ഷം മനുഷ്യരുണ്ട് അവിടെ. മാത്രമല്ല അത് റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ പാശ്ചാത്യ ലോകത്തിൻ്റെ ടെക്നോളജി വേണ്ടി വരും, പണം വേണ്ടി വരില്ല. ഖത്തർ വിചാരിച്ചാൽ തന്നെ ഫണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് റിച്ച് ഓയിൽ മൊണാർക്കീസ് തീർച്ചയായിട്ടും ഫണ്ട് ചെയ്യും. മാത്രമല്ല അവരും വളരെ മോശക്കാരായ ആളുകളൊന്നുമല്ല, നല്ല എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവരും നല്ല ഡോക്ടർമാരുണ്ട്, പലവിധ ടെക്നോളജിക്കൽ മെയിൻ പവർ ഉള്ള ഒരു രാജ്യമാണ് ഗാസൻസ്. അവർ നിരന്തരമായി സംഘർഷത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവർക്ക് ഭൗതിക പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഗസയിൽ കൺസോളിഡേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ട്രംപിൻ്റെ സ്വപ്നം ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് മാറുകയുള്ളൂ. പിന്നെ ഇത് പറയുമ്പോഴേ ഒറ്റ കാര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ മാഷ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഗസ സ്ട്രിപ്പ് മാത്രമായി മാറിയിരിക്കുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം കൊണ്ട് ഇപ്പോൾ പൊതുവിലൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീൻ ഇഷ്യൂ തന്നെ 2021 ഒക്ടോബർ 7 ശേഷം ഉണ്ടായ സംഗതിയാണ് എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഹമാസ് ഈ ഒക്ടോബർ 7 ഒരു ആക്രമണം നടത്തിയതുകൊണ്ടാണ് ഇസ്രായേൽ ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇനി അങ്ങോട്ട് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് ഗസ മാത്രം അല്ലെങ്കിൽ ഗസയിലെയും അവിടുത്തെ 23 ലക്ഷം ആളുകളുടെയും മാത്രം ഒരു പ്രശ്നമായി അവശേഷിക്കുന്നൊരു സ്ഥിതി വരും. അതിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കണമെങ്കിൽ ടെറിട്ടറി വേണ്ടേ? ടെറിട്ടറി എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ വെസ്റ്റ് ബാങ്കിലെ ടെറിട്ടറി ഇല്ല, അത് ഇസ്രായേലിൻ്റെ കയ്യിലായി. അപ്പോൾ പൂർണ്ണമായിട്ടും ഫലസ്തീനികൾ നിയന്ത്രിക്കുന്ന ഒരു ടെറിട്ടറി ഉള്ളത് ഗസയിൽ മാത്രമാണ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രംപിനോട് ചോദിച്ച ചോദ്യം താങ്കൾ പറഞ്ഞല്ലോ, ഒരു സ്വതന്ത്ര ഫലസ്തീൻ വരുമെന്നുള്ളത്. അതിനൊരു ഉത്തരം പറയാൻ ട്രംപിന് പറ്റില്ല. കാരണം കിഴക്കൻ ജെറുസലേം അറബ് ഭൂരിപക്ഷ പ്രദേശമാണ്, മഹാഭൂരിപക്ഷം അറബികൾ താമസിക്കുന്ന സ്ഥലമാണ് കിഴക്കൻ ജെറുസലേം. കിഴക്കൻ ജെറുസലേം ഒക്കുപ്പൈഡ് ഫലസ്തീനിയൻ ടെറിട്ടറിയാണ്. അത് ജോർദാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും. അപ്പോൾ 1993 ഓസ്ലോ കരാറിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്തിട്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്നുള്ളതാണ്. ആദ്യമായി അതിനെ റിജക്റ്റ് ചെയ്തത് ട്രംപാണ്. അദ്ദേഹം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ പ്രഖ്യാപിച്ചു. 2018 അദ്ദേഹം കോൺസുലേറ്റ് ജെറുസലേമിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ കിഴക്കൻ ജെറുസലേം ഫലസ്തീന് വേണ്ടി വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യമാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് ഹമാസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹമാസ് ഇല്ലാത്ത സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം. പക്ഷേ അവിടെ എന്നിട്ട് ഫലസ്തീനികൾക്ക് രാജ്യം കിട്ടിയോ? അവരുടെ ഭൂമി അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോഴും പുതിയ സെറ്റിൽമെൻറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പുതിയ സെറ്റിൽമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ അറബ് സെറ്റിൽമെൻറ്റുകൾ പൂർണ്ണമായും ഇറേസ് ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങൾ പുറത്തേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതമാകുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. ഇത് നടക്കുന്നത് എവിടെയാണ്? പ്രോ ഇസ്രായേൽ നിലപാടെടുക്കുന്ന മുഹമ്മദ് അബ്ബാസിൻ്റെ ഭരണം നിലനിൽക്കുന്ന വെസ്റ്റ് ബാങ്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായി അല്ലെങ്കിൽ ഇസ്രായേലിനോട് ശത്രുത പുലർത്താതെ ഇരുന്നാൽ ഫലസ്തീനികൾക്ക് സമാധാനവും അവരുടെ രാജ്യവും കിട്ടും എന്നുള്ളത് വെസ്റ്റ് ബാങ്ക് അത് സംഭവിക്കില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. പോരാടി നിന്ന ഗസയ്ക്ക് മാത്രമാണ് ഇപ്പോൾ അവരുടെ ആ ഒരു തുണ്ട് ഭൂമിയെങ്കിലും ബാക്കിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സമാധാനം ഇപ്പോൾ അനിവാര്യമാണ്, മറ്റൊന്നും ചെയ്യാനില്ല. അത്ര മാരകമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. ജിനോസൈഡിൻ്റെ കൂടെ ഇക്കോസൈഡ് കൂടി സംഭവിച്ചു. ഇക്കോസൈഡിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാരും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ വളരെ സജീവമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ആ ഭൂപ്രദേശത്തിൻ്റെ സ്വാഭാവിക ഘടന മാറ്റിക്കളഞ്ഞു. അവർ പ്രധാനമായിട്ടും ആർട്ടിഷ്യൻ വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ആശ്രയിക്കുന്നത്. അത് വലിയ ശതമാനം മലിനമായിട്ടുണ്ട്. അവരുടെ കൃഷിയിടങ്ങൾ മുഴുവനും മണ്ണ് വിഷലിപ്തമായി കഴിഞ്ഞു.
അതുപോലെ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. ഡിപ്ലീറ്റഡ് യുറേനിയം അടങ്ങിയ ബോംബുകൾ വ്യാപകമായി പ്രയോഗിച്ചു എന്ന് അനൗദ്യോഗികമായ റിപ്പോർട്ടുകളുണ്ട്. എന്ന് വികിരണത്തിൻ്റെ സാധ്യതകൾ അനന്തമായ സ്ലോ റേഡിയേഷൻ ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല. പക്ഷേ ഈ സ്ലോ റേഡിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അത് ഭാവിയിൽ പോപ്പുലേഷനെ കാര്യമായി ബാധിക്കും. ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ കാര്യമായിട്ടുണ്ടാകും. പുരുഷ വന്ധ്യത വ്യാപകമാകും. ആളുകളുടെ ലോംഗവിറ്റി കുറയും. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വ്യാപകമാകും. പക്ഷേ ഇത് ഒരു സ്ലോ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഒറ്റയടിക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുക. അപ്പോൾ ഇത് സംഭവിക്കും. അപ്പോൾ ആ വിഷലിപ്തമായ മണ്ണിന് മേലെ കുടിയിരിക്കുന്ന മനുഷ്യർക്ക് ഇനി അവരുടെ നിരന്തരമായ ആരോഗ്യ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നതാണ് വാസ്തവം. ആ രൂപത്തിൽ നേരിട്ട് ആളുകളെ കൊന്നതോടൊപ്പം ഭാവിയിലേക്ക് ആളുകൾ മരിക്കാൻ തക്കവിധം പ്രകൃതിയെ ഒരുക്കുക കൂടി ചെയ്തു. അവിടെ കാർപ്പറ്റ് ബോംബിങ് നടത്തി, ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിച്ചു. പല മാരക രാസവസ്തുക്കളും അവിടുത്തെ കുടിവെള്ളത്തിലും ഭൂമിക്കടിയിലുള്ള അണ്ടർഗ്രൗണ്ട് ജലസ്രോതസ്സുകളിലും വ്യാപിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള യുദ്ധം കൂടി ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ജിനോസൈഡ് എന്നും ഇക്കോസൈഡ് എന്നും ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തെ ചേർത്ത് ആളുകൾ പറയുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ചിട്ട് വേണം ഈ ജനതയ്ക്ക് മുന്നോട്ട് വരാൻ. പക്ഷേ എന്തായാലും റീകൺസ്ട്രക്ഷൻ എന്നത് അവിടെ സംഭവിച്ചിരിക്കും. മനുഷ്യന് അതിനുള്ള ടെക്നോളജി ഉണ്ട്. ലോകരാജ്യങ്ങൾ അതിൽ ഐക്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഗസയെ പുനർനിർമ്മിക്കുക എന്നുള്ളത് എളുപ്പം കഴിയുന്ന കാര്യമാണ്. പിന്നെ ഒരൊറ്റ കാര്യമാണ് ഞാൻ അവസാനമായിട്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായ വലിയ ജനരോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ പൗരന്മാർ ബന്ദികളായി തുടരുന്നു, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സീസ് ഫയറിന് വേണ്ടി പോലും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹമാസിൻ്റെ തടവറയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മോചിപ്പിക്കപ്പെട്ടു. ഈ ഹമാസിൻ്റെ ബന്ദികളായിരിക്കെ പല കാരണങ്ങളാൽ മരിച്ചുപോയ ആളുകളുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തന്നെ മരിച്ചവരായിരിക്കും ഭൂരിഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പട്ടിണി കൊണ്ട് മരിച്ചവരുണ്ടാവും, അസുഖം കൊണ്ട് മരിച്ചവരുണ്ടാവും, അങ്ങനെ പല കാരണങ്ങളും. അവരുടെ മൃതദേഹാവശിഷ്ടങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ഒരു സയനിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളുടെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കൂടെ സേഫാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ പൗരന്മാരുടെ സുരക്ഷ മുഴുവൻ ഞങ്ങൾ ഇതാ നോക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. 2 വർഷത്തെ കാലയളവ് അവിടെ ഉണ്ടെങ്കിൽ പോലും. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ട്രൂസ്, ഈ ഒരു വെടിനിർത്തൽ, അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലുള്ള ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം എത്രത്തോളം പാലിക്കും എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അതവിടെ അവശേഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത് അവശേഷിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന മനുഷ്യനെ കൂടി പരിശോധിക്കേണ്ടത്. ഇസ്രായേലിൽ ജനിച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം. ഇതിനു മുമ്പുള്ള പ്രൈം മിനിസ്റ്ററെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരായിരുന്നു. 1949 ടെല്ലവീവിലാണ് അദ്ദേഹം ജനിച്ചത്. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. 1996 അദ്ദേഹം പ്രധാനമന്ത്രിയായി. 1988 മുതൽ അദ്ദേഹം നെസറ്റിൽ അംഗമാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ നെതന്യാഹു ഓസ്ലോ കരാറിനെതിരായിട്ട് ഏറ്റവും ശക്തമായ ക്യാമ്പയിൻ ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത്. മാത്രമല്ല, ഓസ്ലോ കരാറിൽ ഒപ്പിട്ട പ്രധാനമന്ത്രി ഇസഹാക്ക് റാബീനെ കൊലപ്പെടുത്തിയതിൽ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന വ്യക്തി കൂടിയാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അന്നത്തെ പൊട്ടൻഷ്യൽ അസാസിൻസിൻ്റെ ലിസ്റ്റിൽ പ്രഥമ സ്ഥാനത്തുള്ള ആളായിരുന്നു ബെൻ ഗിവർ. ആ ബെൻ ഗിവറാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ മന്ത്രി അദ്ദേഹമാണ്. മാത്രമല്ല 96 അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഹമാസിൻ്റെ നേതാവ് ഖാലിദ് മെഷേലിനെ കൊലപ്പെടുത്താൻ അദ്ദേഹം ഓർഡർ കൊടുക്കുന്നത് ജോർദാനിൽ വെച്ച്. അന്ന് ജോർദാൻ രാജാവ് ശക്തമായി ഇടപെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് പിന്മാറേണ്ട വന്നു. വിഷം കൊടുത്ത് അവശനിലയിലായ അദ്ദേഹത്തിന് ആൻറ്റി ഡ്രഗ് പ്രതിവേനം കൊടുത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ നിർബന്ധിതമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസാസിനേഷൻ്റെ കൊലപാതകത്തിൻ്റെ ഒക്കെ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനേക്കാൾ ഗ്രേഡ് കൂടിയ ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ. അത് ജൂയിഷ് പവർ എന്ന അൾട്രാ സയനിസ്റ്റ് പാർട്ടി, കഹാനിസ്റ്റ് പാർട്ടിയാണ്. അതിൻ്റെ നേതാവാണ് 6 MP-മാരുള്ള ഈ ബെൻ ഗിവറിൻ്റെ പാർട്ടി. അതുപോലെ സ്മോട്രിച്ചിൻ്റെ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി 7
മെമ്പർമാരുണ്ട്. അങ്ങനെ 13 പേര് അവർ തന്നെ വരും. ഈ തീവ്ര സയനിസ്റ്റ് ഗ്രൂപ്പിൻ്റെയൊക്കെ പിന്തുണയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു 2009 മുതൽ തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുന്നത്. ഈ 1996-99 തെരഞ്ഞെടുപ്പ് അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് 2005 അദ്ദേഹം ലിക്വിഡ് പാർട്ടിയുടെ ചെയർമാനായി 2009 തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടുന്ന് 2021 വരെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അധികാരത്തിലിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് 2023 വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ കാലയളവ് അധികാരത്തിലിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം നടത്തിയ ഒരാളാണ്. പശ്ചിമേഷ്യ മുഴുവൻ വിപുലമാകുന്ന മാനങ്ങളിലേക്ക് യുദ്ധം നീട്ടിക്കൊണ്ടുപോയ ആളാണ്. ആ അർത്ഥത്തിലൊക്കെ അദ്ദേഹത്തിന് സയനിസ്റ്റുകൾക്ക് വലിയ ഹീറോ ആണ്. പക്ഷേ ഇസ്രായേലിലെ മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ക്രൂരനായ രക്തദാഹിയും ഒരു ജിനോസൈഡിന് നേതൃത്വം നൽകിയ, വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ, മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യം ചെയ്തയാളാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വാറണ്ടും അവിടെ നിൽക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലേക്കും അദ്ദേഹത്തിന് സന്ദർശിക്കാൻ പോലും പറ്റാത്ത സാഹചര്യവുമുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തൽ തന്നെയായിരിക്കും ഇതിലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത് ഒക്ടോബർ 7, 2023 ഒന്നിൻ്റെയും തുടക്കവുമല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തത് ഒന്നിൻ്റെയും അവസാനവുമല്ല. ഈ സംഘർഷം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു യുദ്ധം എന്ന നിലയ്ക്ക് ഒരു സംഘടിതമായ സൈനിക നീക്കം ഇനി സമീപകാലത്ത് ഒന്നും അത്തരത്തിലൊരു സൈനിക നീക്കം ഗസയ്ക്കെതിരെ നടത്താൻ സാധിക്കാത്ത വിധം ആഗോളാഭിപ്രായം ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. മൈനർ സ്കിർമിഷസ് ഉണ്ടായേക്കാം. അതുപോലെ സായുധ സംഘങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നു, ഇസ്രായേൽ ഫണ്ട് ചെയ്യുന്നതോ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നതോ ആയിട്ടുള്ള മറ്റ് സായുധ സംഘങ്ങൾ, കൊള്ളയടി സംഘങ്ങൾ, ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ ഇതിനകം തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് സാധ്യത അത് നടത്താൻ പറ്റും ചെറിയ തോതിലൊക്കെ, പക്ഷേ അത്ര എഫക്റ്റീവ് അല്ല. കാരണം അവിടുത്തെ ജനങ്ങൾ ബ്ലോക്കായി ഒരുമിച്ച് നിൽക്കുന്ന കാലത്തോളം അത് സാധ്യമാവില്ല. ഇപ്പോൾ ഗസയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി ഹമാസാണ്. രണ്ടാമത്തത് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. മൂന്നാമത്തെ അവിടുത്തെ ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ടുള്ള ഫലസ്തീനിയൻ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീനാണ്. അപ്പോൾ ഇവരൊന്നും, ഈ പ്രധാന പാർട്ടികളും മഹാഭൂരിപക്ഷമല്ല. അവിടെ ഇസ്രായേൽ അനുകൂലികളൊന്നും ഇല്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത് എളുപ്പമല്ല. അതുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന കാൽക്കുലേറ്റഡ് അസാസിനേഷനൊക്കെ ഇനിയും നടത്തിയേക്കാം. ഇപ്പം ഹമാസിൻ്റെ നേതാക്കളെ ഇപ്പോൾ അവസാനം ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണം തന്നെ, പക്ഷേ ആ അൽഹയ്യാണ് ഇപ്പോഴും അവർക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് വേറെ കാര്യം. അതുപോലെ ഹമാസിൻ്റെ നേതാക്കൾ, അങ്ങനെയുള്ള അല്ലെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ നേതാക്കൾ, ഫലസ്തീനിലെ സ്വാധീനമുള്ള ജനനേതാക്കൾ, ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അസാസിനേഷനുകൾ, കാൽക്കുലേറ്റഡ് അസാസിനേഷൻ നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ മൈനർ സ്കിർമിഷസ് ഇനിയും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൂത്തുകളുടെ മിസൈൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. ഹമാസിൻ്റെ മിസൈലുകളും പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ദൈനംദിനം നടന്നേ മതിയാവൂ. കാരണം ഫലസ്തീൻ, ഈ ഗസയിലുള്ള മനുഷ്യർക്ക് എങ്ങോട്ട് പോകണമെങ്കിലും ഇസ്രായേലിൻ്റെ ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകണം. ഈ ചെക്ക് പോസ്റ്റുകളിൽ ഹരാസ് ചെയ്യപ്പെടുന്ന മനുഷ്യൻ, അവർക്കൊരു പരിധിയുണ്ടല്ലോ സഹിക്കുന്നതിന്. അപ്പോൾ ഓരോ ദിവസവും നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ, IDFൻ്റെ ഈ ഹരാസ്മെൻറ്റിന് വിധേയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ സ്കിർമിഷസ് ഉണ്ടാവും, ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടാവും. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ ഇപ്പോൾ നടത്തിയതുപോലെയുള്ള ഒരു സംഘടിതമായ ഒരു സൈനിക നീക്കം സമീപകാലത്തൊന്നും ഇനി ഗസയ്ക്ക് നേരെ നടത്താൻ കഴിയാത്ത വിധം ബഹുജനാഭിപ്രായം, ലോകാഭിപ്രായം രൂപപ്പെട്ട് കഴിഞ്ഞു. അതിൽ പശ്ചിമേഷ്യയിൽ ഒരു കൺസെൻസസ് ഉണ്ടായിട്ടുണ്ട്. ഖത്തർ ആക്രമണത്തോടു കൂടി അറബ് ലീഗും വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സും ഒക്കെ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു അനുരണനമാണ് സൗദി അറേബ്യ പാകിസ്ഥാൻ കരാറിൽ നമ്മൾ കണ്ട സൈനിക സഖ്യം ഉണ്ടാക്കിയതിൽ കാണുന്നത്. അപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ലോകരാജ്യങ്ങളാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിനെ പഴയതുപോലെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ രംഗത്ത് വരികയും ചെയ്യണം. അപ്പോൾ അത് വലിയ മാറ്റം. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഒരു തീവ്ര വലതുപക്ഷ നേതാവെന്ന നിലയ്ക്ക്
ജോർജിയ മെലോണി ഇറ്റലിയുടെ അവർ ഒരു പക്ഷേ ഒരു വ്യത്യസ്തമായ നിലപാട് എടുത്തേക്കാം. പക്ഷേ അവരും പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കും, പക്ഷേ ഹമാസ് ഡീമിലിറ്ററൈസ് ചെയ്യണം, ബന്ദികളെ വിട്ടയക്കണം എന്നുള്ളതാണ്. അവരും ഫലസ്തീൻ രാഷ്ട്രം എന്നതിനെ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ വന്നിട്ടുള്ള മാറ്റം, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എൻ ബ്ലോക്കായി ഫലസ്തീന് വേണ്ടി അണിനിരുന്ന സാഹചര്യം, അത് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രയുടെ പ്രസംഗം ഗംഭീരമായിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ. ആ പ്രസംഗം കഴിഞ്ഞ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ രാജ്യം ബ്രസീലാണ്. ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസിൽവ അദ്ദേഹത്തിൻ്റെ തലയിലൊരു ചുംബനം കൊടുക്കുന്നത് ലോകം കണ്ടു. അപ്പോൾ അതുപോലെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ പൊതുവിൽ എടുത്തിട്ടുള്ള നിലപാട്, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഇനി ഇപ്പോൾ നടന്നത് പോലെയുള്ള ഒരു ജിനോസൈഡ് ഇനി അവിടെ നടക്കാൻ സാധ്യതയില്ല, അടുത്തെങ്ങും നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഹമാസിൻ്റെ ഇസ്രായേലിലേക്ക് കടന്നുള്ള ആക്രമണം അത് ഒരു പക്ഷേ കുറേ കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യാൻ, അത്തരം ഓപ്പറേഷനുകൾ പൂർണ്ണമായി നിർത്തിവെക്കുവാനോ അല്ലെങ്കിൽ അത് കുറയ്ക്കുവാനോ ഹമാസ് നിർബന്ധിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, അവിടെ ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇത് പറയുമ്പോഴേ ഹമാസ് അവരുടെ ഒരു ആക്ടിവിറ്റി ലിമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 67,000-ത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. അതിൽ തന്നെ ഭൂരിപക്ഷം കുട്ടികൾ. ഇതിലധികം എത്ര പേര് കൊല ചെയ്യപ്പെട്ടു എന്നറിയില്ല. അവരുടെ ഉപജീവന മാർഗങ്ങൾ മുഴുവൻ, വീടുകൾ മുഴുവൻ തച്ചുടച്ചു. എന്നുവെച്ചാൽ ഒരു അതിജീവനോ അല്ലെങ്കിൽ ഒരു ജീവിതമോ അവരെ സംബന്ധിച്ച് ഇനി എത്ര കാലത്തിനപ്പുറമാണ് എന്നറിയാതെ വരുന്നൊരു ജനത, അവർക്കുണ്ടാകുന്നൊരു സ്വാഭാവികമായ രോഷമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കൂടെ നമ്മൾ കാണണ്ടേ. അതുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിന്നെ ഒരു ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ വീണ്ടും ഒക്ടോബർ 7 പറയുന്ന പോലെ താങ്കൾ പറഞ്ഞതുണ്ടാവും. പക്ഷേ ഒക്ടോബർ 7 എന്നുള്ളത് സംഘടിതമായ ഒരു ആക്രമണമായിരുന്നു. ചിലപ്പോൾ അത്തരം ഓപ്പറേഷനുകൾ ഒരു പക്ഷേ അവർ തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. പക്ഷേ അവിടുത്തെ ജനത രക്തപ്രതികാരമുണ്ടല്ലോ, ഭൂമിയിൽ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിനും രക്തപ്രതികാരമുണ്ട്. മരിച്ചാലും അവൻ്റേത് പിറവിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയാണവർ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനത്തെ കണക്ക് വരുമ്പോൾ 67,139 ആളുകളാണ് മരിച്ചത്. ഇനി കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയാലേ അതിനകത്ത് എത്ര ആളുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. 1,62,000 ആളുകൾക്ക് മാരകമായി മുറിവേറ്റു. 92% വീടുകളും തകർക്കപ്പെട്ടു. 79% കമേഴ്ഷ്യൽ ബിൽഡിങ്, മറ്റ് പർപ്പസിനുമുള്ള ബിൽഡിങ്ങുകൾ തകർത്തു. എല്ലാം പോയി. ആശുപത്രികൾ 36 ആശുപത്രികളിൽ 34 എണ്ണവും പൂർണ്ണമായി ഫ്ലാറ്റൻഡ്. അതിലാകെ 2 ആശുപത്രിയാണ് കുറച്ച് പ്രവർത്തിക്കുന്നത്. 18,000 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. അവരുടെ പേരുകളെല്ലാം എഴുതിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ലോകത്ത് പ്രതിഷേധം നടക്കുന്നത്. ആ രൂപത്തിൽ തകർക്കപ്പെട്ട ഒരു ജനത, അവർ കൊല്ലാൻ പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്നത് വളരെ പ്രധാനമാണ്. അവരുടെ ഉള്ളിലുള്ള ഈ പ്രതികാരത്തിൻ്റെ സമുദ്ര ശക്തി നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടി ശാന്തമാക്കുന്ന രീതിയിൽ ഒരു നിർമ്മാണാത്മക പ്രവർത്തനത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും ലോകവും പോയില്ല എങ്കിൽ ഇസ്രായേലിന് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. നഷ്ടപ്പെടുവാൻ ശവമഞ്ചങ്ങൾ മാത്രം എന്ന് എത്രയോ കാലമായി ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ഒരു ജനതയാണ്. പക്ഷേ ഇസ്രായേലിന് ഒത്തിരി നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് ഈ ജനതയുടെ രോഷം അത് മനസ്സിലാക്കുക തന്നെ വേണം. അതിൽ ഈ ദി ഐഡൻറ്റി കാർഡ് എന്ന് പറഞ്ഞ കവിത 1964 മഹ്മൂദ് ദർവീഷ് എഴുതിയതാണ്. അദ്ദേഹം അതിൽ അവസാനം പറയുന്നത് ബിവെയർ ഓഫ് മൈ ഹങ്കർ, ബിവെയർ ഓഫ് മൈ റാത്ത്, ബിവെയർ ഓഫ് മൈ ആങ്കർ എന്ന് പറയുന്നുണ്ട്. എൻ്റെ രോഷത്തെ നിങ്ങൾ കരുതിയിരിക്കുക, എൻ്റെ വിശപ്പിനെ നിങ്ങൾ കരുതിയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിശപ്പും രോഷവും താങ്കൾ പറഞ്ഞതുപോലെ തൃണമൂല തലത്തിൽ ശക്തമായി അവിടെ നിൽക്കുകയാണ്. അതിനെ തണുപ്പിച്ച് ആ മനുഷ്യർക്ക് പരിമിതമായ തോതിലെങ്കിലും നീതി കൊടുക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരവുമില്ല. അതിനിയും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ രോഷം കാട്ടുതീയായി പടരുക തന്നെ ചെയ്യും. അതിനി അവരെ കൊന്നു കുഴിച്ചു മൂടി ചാരമാക്കിയിട്ടും കാര്യമില്ല. ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷികൾ ഉയർത്തെഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാധാനമല്ലാതെ വേറെ പരിഹാരമില്ല. റൈറ്റ്. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ഗസയിൽ അവിടുത്തെ നരമേധം അല്ലെങ്കിൽ വംശഹത്യ അവസാനിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആ മനുഷ്യരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുരിതങ്ങൾ അത് അവസാനിക്കുന്നില്ല. അവരിതിനകം ഏറ്റുവാങ്ങിയ വലിയ കൊടിയ ക്രൂരത, അവരുടെ മനസ്സിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന മുറിവുകളിൽ നിന്നുണ്ടാകുന്ന അഗ്നി അത് അണയുന്നില്ല. ആ പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇസ്രായേൽ ഈ
ട്രൂസിനെ, ഈ വെടിനിർത്തൽ കരാറിനെ എത്രത്തോളം ഏത് കാലം വരെ അംഗീകരിക്കും എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.